നിലമ്പൂർ നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഉടനടി തന്നെ നടത്തേണ്ടതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടി.വി. അൻവർ എന്ന മുൻ എം.എൽ.എ അദ്ദേഹം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സുപ്രീം കോടതി വരെ പോകാൻ താൻ തയ്യാറാണ്. നിലമ്പൂരിൽ വൈകിപ്പിക്കാൻ എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമായി അറിയണം എന്നുള്ളതാണ് അൻവറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കൃത്യമായും അൻവറിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. നിലമ്പൂരിലെ UDFിൻ്റെ വിജയം എന്നത് അൻവർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് പോലെയാണ്. കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനം ഏറ്റവും അനുയോജ്യമാക്കേണ്ട ഒരു സാഹചര്യമാണ്. 2025 ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് സീറ്റുകൾ നേടിയെടുക്കാൻ ടി.വി. അൻവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏറനാടും നിലമ്പൂരുമുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വാർഡുകളാണ് അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ നിലമ്പൂരിൽ യാതൊരു രീതിയിലുള്ള അവകാശവാദവും നിയമസഭാ സീറ്റിൻ്റെ പേരിൽ അദ്ദേഹം നടത്തുന്നില്ല. കോൺഗ്രസിൽ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും താൻ അവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. അതിന് ആര്യാടൻ ഷൗക്കത്തായിരുന്നാലും തനിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ ഇല്ല എന്നുള്ളത് അദ്ദേഹം KPCC നേതൃത്വത്തോട് തുറന്നു പറഞ്ഞതോടുകൂടിയാണ് ടി.വി. അൻവറിൻ്റെ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. നേരത്തെ മുരളീധരൻ തന്നെ പറഞ്ഞതാണ്, അൻവർ സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ സീറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ UDF എളുപ്പത്തിൽ അതിന് വഴങ്ങിയേനെ. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇരിപ്പുവശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യമായതുകൊണ്ടാണ് അല്പം കാലതാമസമെടുക്കുന്നത്. എന്നിരുന്നാലും UDF അക്കോമഡേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അൻവർ രണ്ടും കൽപ്പിച്ച് കോടതി വഴി നീങ്ങാൻ ശ്രമിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഒരു മാരകായുധമാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം. CPIMൻ്റെ സ്വജനപക്ഷപാതത്തെയും ധൂർത്തടിപ്പിനെയും തല്ലി തകർക്കാനും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനും UDFിന് പറ്റിയ അവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അത് വൈകിപ്പിച്ചുകൂടാ. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. നിലമ്പൂരിൽ 6 മാസത്തിലധികം കാലതാമസം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭരണഘടനാപരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും വിജ്ഞാപനം ഇറങ്ങിയാലേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അൻവർ കോടതി വഴി നീങ്ങാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDF കൂടി കക്ഷി ചേരും എന്നുള്ളതിന് അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. അത് ഒരു വലിയ രീതിയിൽ മുതലെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി ഉണ്ടോ എന്നുള്ളതും പല രീതിയിൽ ചർച്ചയാകുന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അൻവറിനെ ഒപ്പം കൂട്ടേണ്ടത് അനിവാര്യമാണ് എന്ന കോൺഗ്രസിൻ്റെ പൊതുവായ അഭിപ്രായം, പ്രത്യേകിച്ച് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അൻവറിനെ എതിർത്തവരാണ്. എന്നാൽ അൻവറിനെ അവർ കൂടി അംഗീകരിച്ചതോടുകൂടി കാര്യങ്ങൾ മാറി മറിയുകയാണ്.